ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള വാർത്തയാണ് അമേരിക്ക വെനിസ്വല ഇഷ്യൂ. ആക്ച്വലി എന്താണ് അമേരിക്ക വെനിസ്വല ഇഷ്യൂ? വെനിസ്വല എന്ന് പറയുന്നത് ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. ഗയാന, കൊളംബിയ, മെക്സിക്കോ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആണ്. ഇവരുടെ തലസ്ഥാനം കാസ്കര എന്നറിയപ്പെടും. കേരളത്തെക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പുള്ള ഈ രാജ്യത്ത് 3 കോടിയിൽ അധികം ജനങ്ങൾ വസിക്കും. ഈ രാജ്യത്തെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നത് ഈ രാജ്യത്തെ ധാതു സമ്പത്താണ്. ലോകത്തെ എണ്ണ സമ്പത്തിന്റെ 20%, അതായത് സൗദി അറേബ്യയേക്കാൾ എണ്ണ ഉള്ള ഒരു രാജ്യമാണ് വെനിസ്വല. എന്നിട്ടും ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത്ര ഇൻഫ്ലേഷൻസും അസ്ഥിരതയും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അമേരിക്കയും സഖ്യകക്ഷികളും കൊടുക്കുന്ന ഉപരോധം. കാലങ്ങളായിട്ട് ഇവർക്ക് ഇവരുടെ ധാതു സമ്പത്തില് വലിയ കണ്ണുണ്ട്, വലിയ പദ്ധതികളുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിനെ വെച്ച്, അതായത് ഉസാമ ബിൻ ലാദനെയൊക്കെ പാകിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ അല്ലെങ്കിൽ പിടിച്ച ഡെൽറ്റ ഫോഴ്സിനെ വെച്ചിട്ട് നിക്കോളാസ് മദൂറയും വൈഫിനെയും ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത്. ഇതുവഴി അമേരിക്കയ്ക്ക് അവരുടെ എണ്ണ സമ്പത്ത്, വെനിസ്വലയുടെ മികച്ച എണ്ണ സമ്പത്തിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുകയും അത് അമേരിക്കയുടെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്തു. ഈ സംസ്കരിച്ചെടുക്കുന്ന എണ്ണ, അതായത് ഇവരുടെ ക്രൂഡ് ഓയിലിനുള്ള പ്രത്യേകത കട്ടി കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ കെമിക്കലുകൾ ആഡ് ചെയ്യേണ്ടി വരുന്നു, കൂടുതൽ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നു. ഈ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം, കെമിക്കലുകളൊന്നും ഇവർക്ക് ലഭ്യമാകാതിരിക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. ഇതൊക്കെ മറികടന്ന് പ്രോസസ്സ് ചെയ്യുന്ന എണ്ണ 80% വാങ്ങിയിരുന്നത് ചൈനയാണ്. ഈ പ്രോസസ്സ് ഈ കഴിഞ്ഞ ദിവസം ഡെൽറ്റ ഫോഴ്സിനെ വെച്ച് ഈ ഭരണം അട്ടിമറിച്ചത് വഴി ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ ചൈനയ്ക്ക് വിട്ട് ഉള്ള കൊട്ടാണ് കൊടുത്തത്. ഇങ്ങനെയുള്ള ഇത് ഓൾറെഡി ട്രംപ് എന്നിട്ട് പറഞ്ഞത് ഇനി അടുത്തത് ഗ്രീൻലാൻഡ് ആണ് പിടിച്ചെടുക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് ക്യൂബ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പ്രവൃത്തി. അമേരിക്ക പറയുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് എന്നാണ്. അമേരിക്ക ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മുൻപ് ജനാധിപത്യം സംരക്ഷിക്കാൻ പോയ രാജ്യങ്ങളുടെ അവസ്ഥ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇത് അട്ടിമറിക്കുന്നതും.